വാർത്തകൾ വിശദമായി നോക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക വെളിപ്പെടുത്തലുമായി വ്യോമസേന മേധാവി എയർ മാർഷൽ എ.പി. സിംഗ്. പാകിസ്ഥാന്റെ 10 വിമാനങ്ങൾ വ്യോമസേന തകർത്തു. ഓപ്പറേഷൻ സിന്ദൂർ ഗെയിം ചേഞ്ചർ. ദീർഘദൂര മിസൈലുകളുടെ പ്രഹരം പാകിസ്ഥാൻ അറിഞ്ഞെന്നും വ്യോമസേനാ മേധാവി. 300 കിലോമീറ്റർ ദൂരത്തേക്ക് അടക്കം വെടിയുതിർത്തു. വളരെ കൃത്യതയോടെ നടപ്പിലാക്കിയ ദൗത്യമായിരുന്നെന്നും ഇതുവരെ കണ്ട യുദ്ധമായിരിക്കില്ല ഇനി കാണാൻ പോകുന്നതെന്നും എ.പി. സിംഗ് മുന്നറിയിപ്പ് നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നേരത്തെ തന്നെ എത്ര വിമാനങ്ങളെ, പാകിസ്ഥാൻ്റെ എത്ര യുദ്ധവിമാനങ്ങളെ പ്രഹരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുമായിട്ടാണ് വ്യോമസേന മേധാവി എ.പി. സിംഗ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകുന്നു. ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇതുവരെ കണ്ടതുപോലെ ആയിരിക്കില്ല എന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് വിശദാംശങ്ങൾ ഗൗതം? അനിൽ നമ്പ്യാർ, ഈ മാസം 8-ാം തീയതി വ്യോമസേനാ ദിനമാണ്. ആ വ്യോമസേനാ ദിനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ ഡൽഹിയിൽ കാണുന്ന ഘട്ടത്തിലാണ് വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ എ.പി. സിംഗ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ 10 യുദ്ധവിമാനങ്ങൾ ഈ 3 ദിവസത്തെ സംഘർഷത്തിനിടയിൽ ഭാരതം വെടിവെച്ച് വീഴ്ത്തി എന്നാണ് എ.പി. സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ ഭാരതം ശക്തമായ പ്രഹരം വ്യോമസേന പാകിസ്ഥാനിൽ നടത്തി എന്നത് സംബന്ധിച്ചുള്ള ധാരാളം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സൈന്യം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ക്ലാരിറ്റി നൽകുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നിപ്പോൾ എ.പി. സിംഗ് ഡൽഹിയിൽ വ്യോമസേനയുടെ ആസ്ഥാനത്ത് നടത്തിയിരിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ്റെ J-17 അതോടൊപ്പം തന്നെ F-16 തുടങ്ങിയ വിമാനങ്ങൾ ഭാരതം വീഴ്ത്തിയിട്ടുണ്ട്. F-16ഉം J-17ഉം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോർ വിമാനങ്ങളാണ്. അതായത് ഒന്ന് ചൈന നൽകിയിട്ടുള്ള അതാണ് J-17 എന്ന് പറയുന്നത്. F-16 അമേരിക്കൻ നിർമ്മിത പോർ വിമാനങ്ങളാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമ മേഖലയുടെ ഏറ്റവും കരുത്തായി നിൽക്കുന്ന പോർ വിമാനങ്ങൾ വരെ വെടിവെച്ച് വീഴ്ത്തുന്ന അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുന്ന രീതിയിലുള്ള വലിയ പ്രഹരം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് നൽകുന്നതായിരുന്നു ഭാരതത്തിൻ്റെ തിരിച്ചടി എന്ന സന്ദേശമാണ് എയർ ചീഫ് മാർഷൽ എ.പി. സിംഗ് ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത്. ഈ F-16ഉം J-17 മാത്രമല്ല, ഇത് കൂടാതെ നിരീക്ഷണ പറക്കലുകൾ നടത്തുന്നതും ഒക്കെയായിട്ടുള്ള പാകിസ്ഥാൻ്റെ വിമാനങ്ങളും ഈ ഭാരതത്തിൻ്റെ വ്യോമസേന ഈ 3 ദിവസത്തെ സംഘർഷത്തിനിടയിൽ തകർത്തിട്ടുണ്ട്. ഒപ്പം പാകിസ്ഥാൻ അതിർത്തി കടന്നുകൊണ്ട് ഏതാണ്ട് 300 കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ഭാരതം തിരിച്ചടി നൽകി എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ 2 എയർബേസുകളിൽ അറ്റാക്ക് നടക്കുകയും അവിടുത്തെ റൺവേകൾ പൂർണ്ണമായി തകർക്കുകയും ചെയ്തു. നൂർഖാൻ എയർബേസിൻ്റെ ഉൾപ്പെടെ റൺവേകൾ തകർത്തുകൊണ്ടുള്ള പ്രഹരം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സൈന്യം വിശദീകരിച്ചതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയത്തിന് ശേഷം ഡൽഹിയിൽ തന്നെ കരവ്യോമ നാവികസേനകളുടെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ കൂടുതൽ കൃത്യമായ വെളിപ്പെടുത്തലാണ് വ്യോമസേന മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക വെളിപ്പെടുത്തലുമായി വ്യോമസേന മേധാവി എയർ മാർഷൽ എ.പി. സിംഗ്. പാകിസ്ഥാന്റെ 10 വിമാനങ്ങൾ വ്യോമസേന തകർത്തു. ഓപ്പറേഷൻ സിന്ദൂർ ഗെയിം ചേഞ്ചറാണ്. ദീർഘദൂര മിസൈലുകളുടെ പ്രഹരം പാകിസ്ഥാൻ അറിഞ്ഞതും വ്യോമസേന മേധാവി. 300 കിലോമീറ്റർ ദൂരത്തേക്കടക്കം വെടിയുതിർത്തു. വളരെ കൃത്യതയോടെ നടപ്പിലാക്കിയ ദൗത്യമായിരുന്നെന്നും ഇതുവരെ കണ്ട യുദ്ധമായിരിക്കില്ല ഇനി കാണാൻ പോകുന്നതെന്നും എ.പി. സിംഗ് മുന്നറിയിപ്പ് നൽകി. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.